കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവൻ്റെ മനോഹരത്വം കാണുവാനും ദൈവം തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും മാതൃസഭയിൽ, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ മാതൃസഭയിൽ തന്നെ പറയാം. കാര്യം, കഴിഞ്ഞ ജനുവരി 11 ഈ കോട്ടയം പട്ടണത്തിൽ ഈ കുടിവരവ് പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. കഴിഞ്ഞ ഒരു വർഷം അനുഗ്രഹത്തോട് ഈ കൂട്ടായ്മയിൽ ഈ കോട്ടയം പട്ടണത്തിലായിരിക്കാൻ ദൈവം തന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ചേർന്ന് വന്ന് നിങ്ങളെ ഒന്നിച്ച് കാണുവാൻ, ഒന്നിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ, ഇന്ന് ലോകമെമ്പാടും കർത്താവിൻ്റെ ജനനത്തെ കൊണ്ടാടുന്ന ഈ കാലയളവിൽ കർത്താവിൻ്റെ മരണത്തെ മനസ്സിലാക്കുവാനും കർത്താവ് തൻ്റെ മരണത്തിലൂടെ നമ്മളെ വീണ്ടെടുത്ത ആ സ്നേഹം ഒന്നിച്ച് ചേർന്ന് പങ്കിടുവാനും ഇന്ന് പകലിലും ദൈവം നമുക്ക് തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആണ്ടിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു ഞായറാഴ്ചയിലെ ആരാധനയിൽ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ശുശ്രൂഷകൾ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബേബി പോൾ അവറുകൾ, തൻ്റെ കുടുംബം, ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബ്രദർ എൽദോ വർഗീസ്, തൻ്റെ കുടുംബം, സഹശുശ്രൂഷകനായി തന്നോടൊപ്പമായിരിക്കുന്ന ഡോക്ടർ ചെറിയാൻ കുര്യൻ, തൻ്റെ കുടുംബം, അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷയിൽ സഹായിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാർ, സഹശുശ്രൂഷകന്മാരായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആൻ്റണി പാസ്റ്റർ, അതുപോലെ തന്നെ ശുശ്രൂഷയിൽ സഹായിക്കുന്ന ലാൽപ്പൻ ബ്രദർ, ചെറിയാൻ കുഞ്ഞ്, അതുപോലെ എല്ലാവരും, ബേജാനെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു, ജോർജ് കുട്ടിച്ചാന്, എല്ലാവരെയും ഞാൻ വിശേഷാൽ ഓർക്കുന്നു. ചേർന്ന് ഈ ദേശത്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, എല്ലാ നിലയിലും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി തങ്ങളാൽ ആവോളം അധ്വാനിക്കുവാൻ സമർപ്പണത്തോടെ ഈ കാലഘട്ടങ്ങളിലായിരിക്കുന്ന ഇവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആണ്ടിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. സന്തോഷത്തോടെ എത്ര പേര് ഈ കൂട്ടായ്മയിലായിരിക്കുന്നു? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷം അതിശയകരമായിട്ട് ദൈവം നമ്മളെ നടത്തി. അനർത്ഥങ്ങളൊക്കെ നമ്മുടെ തലയ്ക്കും ഇതേ കടന്നുപോയി. ഹല്ലേലൂയ. പരിപാലിച്ച എല്ലാ വിധങ്ങൾക്കായിട്ട് എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. കോട്ടയം പട്ടണത്തിൽ ഇങ്ങനെ ഒരു ആരാധന നമ്മൾ സ്വപ്നം കണ്ടിരുന്നതേ ഉള്ളൂ. എന്നാൽ ഇങ്ങനെ കൂടി വരുവാൻ കർത്താവ് നമ്മളെ സാധ്യമാക്കി. അനുഗ്രഹത്തോട് ഇത്രത്തോളം ഒരു വർഷം മുന്നേറുവാൻ കർത്താവ് സഹായിച്ചു. വരുന്ന വർഷങ്ങളിൽ അധികമായി അനേക ആയിരങ്ങളോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ഈ പട്ടണത്തിൽ ദൈവം സഹായിക്കും എന്ന് ഞാൻ വാസ്തവമായിട്ട് വിശ്വസിക്കുന്നു. കാര്യം, ഞാൻ ഈ സുവിശേഷം പറയാൻ ഇറങ്ങിയപ്പോൾ കർത്താവ് എന്നെ കാണിച്ചു തന്ന ഒരു ദർശനമുണ്ട്. ഹല്ലേലൂയ. അത് മുല്ലപ്പെരിയാർ പൊട്ടി ഒഴുകി വരുന്നത് പോലെ ഉള്ള ഒരു ജനപ്രവാഹം. ഹല്ലേലൂയ. ഈ സത്യം മനസ്സിലാക്കും. അനേക ആയിരങ്ങൾ ഈ സത്യത്തിലേക്ക് വരുന്ന ദിവസങ്ങൾ അധികം വിദൂരമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കോട്ടയം പട്ടണം അതിന് മുഖാന്തരമാകട്ടെ. ഈ ദേശത്ത് അതിന് ദൈവം സഹായിക്കട്ടെ. അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ദൈവം അതിന് ഭാഗ്യം കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നതിന് മുമ്പായിട്ട് കേരളത്തിൽ ഇന്നലെ രാത്രിയിലാണ് ഞങ്ങൾ എത്തിയത്. എൻ്റെ കുടുംബം എന്നോട് ചേർന്ന് വന്നിട്ടുണ്ട്. എൻ്റെ വൈഫ് ഷെബി, എൻ്റെ മകൾ ഋതു, മോൻ ആശിഷ്, ഞങ്ങളെല്ലാവരും ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഞാൻ അവരെ മുന്നോട്ട് വിളിക്കുകയും അടുത്ത ആഴ്ചയിലെ മീറ്റിങ്ങിൽ ദൈവം പോലെ അവരെ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും. അതിനായിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ സമയം വേർതിരിക്കാം. അവരോട് ചേർന്ന് ഇങ്ങനെ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ഞങ്ങളിങ്ങോട്ട് പോരുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ 3 ദിവസമായി ഉത്തർപ്രദേശിൽ ദ ഗേറ്റ് ചർച്ചിൻ്റെ വലിയൊരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. ആ കൺവെൻഷന് ഞാൻ പോരുന്നതിന് മുൻപായിട്ടും അത് പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുമൊക്കെയാണ് പോരുന്നത്. അനുഗ്രഹത്തോട് ആ ദേശത്തെ, കേരളത്തിൽ കോട്ടയത്ത് നമ്മൾ ആരംഭിച്ചതിനേക്കാൾ ഉപരിയായി, കേരളത്തിലേക്കാൾ ഉപരിയായി ഉത്തർപ്രദേശിൽ കർത്താവ് ഈ മഹത്വമേറിയ ശുശ്രൂഷ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ അനേകർ, ആയിരക്കണക്കിന്, നൂറുകണക്കിന് ജനങ്ങൾ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുന്നത് കണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇതുപോലെ നൂറുകണക്കിന് ജനങ്ങൾ കൂടുന്ന ആരാധന നോർത്തിൻ്റെ പ്രദേശങ്ങളിൽ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സത്യം മനസ്സിലാക്കുവാൻ അനേകരെ ദൈവം കണ്ടിരിക്കാൻ, ഒരു പക്ഷെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമുക്ക് നമ്മളാൽ ആവോളം പ്രവർത്തിക്കുന്നുവെങ്കിലും അതിന് തക്കതായ ഒരു ഫലം കേരളത്തിൽ ലഭിക്കുന്നില്ലെങ്കിലും നോർത്തിൽ കർത്താവ് ഹല്ലേലൂയ അനേക ആയിരങ്ങളെ ഈ സത്യം മനസ്സിലാക്കുവാൻ തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒറീസയിൽ മാത്രം നമുക്ക് 78 ചർച്ചുകൾ ഈ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മഹാരാഷ്ട്രയിൽ അതുപോലെ തന്നെ
അത്ഭുതകരമായ രീതിയിൽ ദൈവിക പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ നിന്ന് നേപ്പാളിൽ നിന്ന് ത്രിപുര, ബംഗാൾ, പഞ്ചാബ്, ഹരിയാന ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ഈ സത്യത്തെ എത്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നൊക്കെ കടന്നു വരുന്ന സഹോദരന്മാരെ നമ്മളിവിടെ ട്രെയിൻ ചെയ്യുകയും അവർക്ക് അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് ഈ വചന സത്യങ്ങൾ അവരെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് അയക്കുന്നത് കാരണം അധികാരത്തോടെ ഈ ശുശ്രൂഷകൾ അവിടെ ചെയ്യുവാൻ. നിങ്ങൾക്കറിയാമോ, നോർത്തിൽ പലരും അവരുടെ റേഷൻ കാർഡിൽ വരെ ബാപ്റ്റിസ്മ അല്ലെന്നുണ്ടെങ്കിൽ സ്നാനപ്പെട്ട ആ ഡേറ്റിലാണ് ക്രിസ്ത്യൻ എന്നൊരു ജാതി എന്നൊന്ന് വരുമ്പോൾ ആ ക്രിസ്ത്യൻ എന്ന ആ ഒരു കോളം അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. അത്ര ക്രിട്ടിക്കലാണ് അവർക്ക് ആ ബാപ്റ്റിസ്മ എടുക്കുക, സ്നാനപ്പെടുക എന്നുള്ളത്. കാര്യം അവരുടെ ജാതി തെളിയിക്കാനുള്ള സർട്ടിഫിക്കേഷൻ അതാണ്. എന്നാൽ റേഷൻ കാർഡിൽ അവർക്ക് സാധനങ്ങൾ മേടിക്കാൻ തന്നെ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സ്നാനം എന്ന് പറഞ്ഞ്. എന്നിട്ട് കൂടെ 100 കണക്കിന് ചർച്ചുകൾ ഹല്ലേലൂയ ഈ ജലസ്നാനം നിർത്തിയിട്ട് പരിശുദ്ധ ആത്മ സ്നാനത്തിൽ വിശ്വസിക്കുകയും ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉപദേശത്തിലും ദൈവവചനപ്രകാരവും കർത്താവിനെ ആരാധിക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അനേക ചർച്ചുകൾ ബാപ്റ്റിസ്മ അല്ലെന്നുണ്ടെങ്കിൽ ബാപ്റ്റിസം എന്ന ആ ഒരു പ്രാക്ടീസ് നിർത്തിയിട്ട് വർഷത്തിലേറെയായി. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം നമ്മളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളിലൂടെ ഈ സത്യം പൗലോസ് അപ്പോസ്തലനിലൂടെ ഈ സുവിശേഷം ലോകത്തെ അറിയിച്ചതുപോലെ അനേക ആയിരങ്ങളെ നേടുവാൻ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ നമ്മെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വരും വർഷങ്ങളിൽ ആയിരങ്ങൾ ചേർന്ന് കർത്താവിനെ ഈ ദേശത്ത് ഹല്ലേലൂയ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ? നമ്മൾ സഭ വളർത്തുന്നത് നമുക്ക് ഓർഗനൈസേഷൻ സ്ഥാപിക്കാനോ ഫണ്ട് റേസ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും വലിയ ആരാധനാലയങ്ങൾ പടുതുയർത്തുവാനോ ഒന്നുമല്ല. ഇതൊന്നും നമ്മുടെ അജണ്ടയിലേ ഇല്ല, ഇതൊന്നും നമ്മുടെ പ്ലാനിലേ ഇല്ല. നമ്മുടെ പ്ലാൻ മുഴുവനും മാക്സിമം ലോകത്തെ ഈ സത്യം അറിയിക്കുക, കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ച ഈ രക്ഷണീയ പ്രവൃത്തിയെ വിളംബരം ചെയ്യുക. ഹല്ലേലൂയ. അതിലൂടെ അനേക ആയിരങ്ങളെ കർത്താവിലേക്ക് നേടുക. ഈ കാലഘട്ടത്തിലെ സുവിശേഷം എൽദോ ബ്രദർ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ എടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അനുഗ്രഹീതമായ ഒരു വാക്യം 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം 19-ാമത്തെ 20-ാമത്തെ വാക്യങ്ങൾ. ഈ ഒരു ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഗ്രേറ്റ് കമ്മീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ ലോകത്തിന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ 2-3 വീഡിയോകൾ വരുവാനായിട്ടിടയായി. ഒന്ന് വിശ്വാസ പ്രമാണം, ദ അപ്പോസ്റ്റൽസ് ക്രീഡ് എന്ന് പറഞ്ഞിട്ട് വിശ്വാസ പ്രമാണം. കത്തോലിക്ക മുതൽ ബാക്കി എല്ലാ ക്രിസ്ത്യൻ ഡിനോമിനേഷനുകളും അവരവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണം അവർക്കുണ്ട്. ആ വിശ്വാസ പ്രമാണത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുവാനായിട്ടിടയായി. അത് അനേകരുടെ കണ്ണ് തുറക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ആയിരക്കണക്കിന് ആളുകൾ അത് കാണുവാനായിട്ടിടയായി. അതിലെല്ലാം ജനം വിശ്വസിക്കുന്നത് പിതാവായ ദൈവം, പരിശുദ്ധാത്മാവാൻ ദൈവം അവരിൽ വിശ്വസിക്കുന്നു. പുത്രനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുത്രൻ ഭൂമിയിൽ ജനിച്ചുവെന്നും മരിച്ചുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും സ്വർഗാരോഹണം ചെയ്തുവെന്നും വീണ്ടും നമ്മളെ ചേർപ്പാൻ വരുമെന്നും ന്യായവിധി ഉണ്ടെന്നും നിത്യത ഉണ്ടെന്നും എല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നൊരു പ്രമാണമാണ്. അത് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ മാമോദീസ മുക്കി സംസാരിക്കാനൊക്കെ കഴിയുന്ന സമയം മുതൽ പറഞ്ഞു തുടങ്ങുന്ന ഒരു പ്രമാണമാണ്. എല്ലാ സഭകൾക്കും അവരുടേതായിട്ടുള്ള പ്രമാണമുണ്ട്. ഗേറ്റ് മിനിസ്ട്രിക്കും നമ്മുടേതായിട്ടുള്ള പ്രമാണമുണ്ട്. ഓൺ വാട്ട് വി സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടേതായിട്ടുള്ള പ്രമാണമുണ്ട്. ഈ സഭകൾക്കെല്ലാം പ്രമാണമുണ്ടെങ്കിലും ആ സത്യവിശ്വാസം അല്ലെന്നുണ്ടെങ്കിൽ നാം രക്ഷിക്കപ്പെടുന്ന സുവിശേഷം ആ പ്രമാണത്തിൽ നിന്ന് മിസ്സിങ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നെന്നോ, കന്യക മറിയമിൽ ജഡമെടുത്തെന്നോ, പൊന്തിയാസ് പിലാത്തോസിന്റെ കാലത്ത് മരണമടഞ്ഞെന്നോ, കർത്താവ് ക്രൂശിൽ മരിച്ചെന്നോ ഉയർത്തെഴുന്നേറ്റെന്നോ ഒന്നും പറയുന്നതിൽ നമുക്ക് രക്ഷയില്ല. യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്നതിൽ നമുക്ക് രക്ഷയില്ല. അതല്ല നമ്മുടെ സുവിശേഷം. പിതാവായ ദൈവം ഉണ്ടെന്നോ പരിശുദ്ധാത്മാവാൻ ദൈവം ഉണ്ടെന്നോ നാം സ്വർഗത്തിലേക്ക് കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി എന്നോ ഈ അറിവുകളൊന്നും ഈ വിശ്വാസങ്ങളൊന്നും നമ്മെ രക്ഷിക്കത്തില്ല. ഇന്ന് ക്രിസ്ത്യൻഡത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അപജയം അതാണ്. ഇന്ന് ക്രിസ്ത്യാനി പഠിപ്പിക്കുന്നത് ഇതെല്ലാം ഉണ്ടെന്ന്, അതിലെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇതിലൊന്നും വിശ്വസിച്ചതുകൊണ്ട് താങ്കൾ രക്ഷിക്കപ്പെടത്തില്ല. ഇതല്ല രക്ഷാമാർഗം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് ഒരു കുഞ്ഞ് ജനിച്ച് അവനെ മാമോദീസ മുക്കി അവൻ വളർന്ന് ജനിച്ച് മരിച്ച് അവനെ അടക്കി അവൻ്റെ പെട്ടിയിലാക്കി അവനെ കുഴിയിൽ വെക്കുന്ന കാലം വരെ ഇവൻ ഈ സത്യം അറിയത്തില്ല. ഈ രീതിയിൽ ക്രിസ്തീയ വിശ്വാസത്തെ എന്താ പറയുന്നത്, ഒരു പോളിഷ് ചെയ്ത് ഇതുപോലുള്ള
വിശ്വാസ പ്രമാണങ്ങളിൽ കൂടി ഒതുക്കിയിരിക്കുക. അവൻ്റെ സത്യം അവൻ്റെ കണ്ണിന് മറച്ചിരിക്കുക. അവൻ ജീവിച്ച് മരിച്ച് അടക്കം ചെയ്യുന്നത് വരെ ഈ സത്യം അറിയാനേ ചാൻസ് കൊടുക്കത്തില്ല. യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്നതിൽ താങ്കൾക്ക് രക്ഷയില്ല. അത് സാത്താനും അറിയാവുന്ന കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉലകത്തിലുള്ള എല്ലാവർക്കും വിശ്വസിക്കാവുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിതാവായ ദൈവം, സകലത്തിനും ഉടയവനായ ദൈവം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ അറിവിലോ വിശ്വാസത്തിലോ അല്ല നാം രക്ഷിക്കപ്പെടുന്നത്. നാം രക്ഷിക്കപ്പെടുന്ന ഒരേ ഒരു സുവിശേഷം, ഹല്ലേലൂയ, അത് കർത്താവായ യേശു ക്രിസ്തു, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം, ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയവനായ ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചു. എന്തിന്? ആദാം ഏദനിൽ ചെയ്ത പാപം, ആ പാപത്തിന് എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ കഴിയുമായിരുന്നുണ്ടെങ്കിൽ അത് ഏദനിലെ ചെയ്ത് തീർത്തേനെ. ആദാം ഏദനിൽ ചെയ്ത പാപത്തിന് എന്തെങ്കിലും രീതിയിൽ പരിഹാരം വരുത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആലോചിച്ച് നോക്കിയിട്ട് എന്നോടൊന്ന് പറഞ്ഞു തരാമോ? ഏതെങ്കിലും ഒരു മാർഗമുണ്ടോ ഏദനിൽ ആദം ചെയ്ത പാപത്തിന് പരിഹാരമാക്കാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗമുണ്ടോ? എന്തെങ്കിലും മാർഗം ഉണ്ടോ? നിങ്ങൾക്കറിയാമോ? കാളയെ അറുത്താൽ അതിന് പകരം ആ രക്തം കൊടുത്താൽ മതിയോ? ആട്ടുകൊറ്റന്മാരെ അറുത്താൽ മതിയോ? അല്ലെന്നുണ്ടെങ്കിൽ അതിനുശേഷം ജനിക്കുന്ന തൻ്റെ മക്കൾ കുറച്ചുപേർ വിശുദ്ധ ജീവിതം നയിച്ചാൽ മതിയോ? അത് എന്ത് ചെയ്താൽ ആദമിൻ്റെ പാപത്തിന് പരിഹാരം ലഭിക്കും? ആ പാപം നമ്മളിൽ എല്ലാവരും ഇരിക്കുകയാണ്. ആദമിൻ്റെ സന്തതി പരമ്പരയായിട്ട് നമ്മളിലെല്ലാം ആ പാപം ഇരിക്കുക. ആ പാപത്തിന് ഒരു പരിഹാരവുമില്ല. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു പരിഹാരവും ചെയ്യാൻ കഴിയത്തില്ല. അതിന് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പരിഹാരം പാപമില്ലാത്ത നീതിമാനായ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം മനുഷ്യനായിട്ട് ജനിക്കണം. അങ്ങനെ നമുക്ക് പകരം ഒരു നീതിമാനായ മനുഷ്യൻ ഇവിടെ ജനിക്കുകയും ആ നീതിമാന്റെ രക്തം നമ്മുടെ പാപത്തിന് പകരമായിട്ട് കൊടുക്കുകയും ചെയ്യണം. ഈ ഒരു പരിഹാരമല്ലാതെ വേറെ ഒരു പരിഹാരവും അതിനില്ല. അതിനുവേണ്ടി അടുത്തത് ജനിക്കേണ്ടത് ആ ദൈവത്തിൻ്റെ പുത്രനായ ആ മശിഹ ലോകത്തിൽ അവതരിക്കണമായിരുന്നു. എന്നാൽ ഏദൻ തോട്ടം മുതലേ ആ ആദമിനെ ഔവായെയും അവിടുന്ന് വെളിയിലാക്കിയതിന് ശേഷം അവർക്കുണ്ടായ സന്തതി പരമ്പരകളിൽ ഒരുത്തർ പോലും നീതിമാനായിട്ട് ജനിക്കല്ല. ബൈ ചാൻസ് അവന് നീതിമാനെന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്ത് കളയണം. ഇനി നീതിമാനായിട്ട് ആരെങ്കിലും പോകുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ പിടിച്ച് സാത്താൻ്റെ പക്ഷത്ത് കൊണ്ടുവരണം. കായിനെ കൊണ്ട് സാത്താൻ്റെ പക്ഷത്താക്കി ഇവനായിരിക്കും ഒരു പക്ഷം എന്നുണ്ടെങ്കിൽ ക്രിസ്തു ആയിട്ട് മശിഹായിട്ട് വരാൻ പോകുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, ഹാബേൽ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവൻ ശരിയാകത്തില്ല, അവനെ പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് മനസ്സിലായപ്പോൾ കായിനെ കൊണ്ട് അവനെ തട്ടിക്കളയുക. അതിനുശേഷം നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകം ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരുന്നു. പൊല്യൂട്ടഡായി പോയിക്കൊണ്ടേയിരുന്നു. ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായി കഴിഞ്ഞപ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് ഇതിനെ മുഴുവനും ദൈവം നശിപ്പിച്ച് കളയും. ഒരുത്തർ പോലും ഒരു നല്ല നീതിമാനായ ഒരു മനുഷ്യനെ പരിപൂർണമായിട്ട് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവായിട്ട് ഈ ലോകത്തിൽ അവതരിക്കാൻ പാകത്തിന് നീതിമാനായ ഒരു മനുഷ്യനുമില്ല. പെട്ടെന്ന് ഞാൻ പറയാൻ വന്ന വിഷയം ഇതല്ല, എന്നിരുന്നാലും ഞാൻ പെട്ടെന്നൊരു കാര്യം നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് സമയം അനുവദിക്കുന്നുവെങ്കിൽ വരാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് ഈ ലോകത്തിൽ അവതരിക്കുവാൻ ഏകദേശം 4000 വർഷങ്ങൾക്ക് ശേഷം, അതിൻ്റെ ഭാഗമായിട്ടാണ് നോഹയ്ക്ക് ശേഷം അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. അബ്രഹാമിൽ കൂടി ഒരു തലമുറയെ വിളിച്ച് വേർതിരിക്കുന്നതും ആ തലമുറയിൽ കൂടി ദൈവിക നീതി എന്താണെന്ന് ദൈവം അറിയിക്കുന്നതും അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്ത് ആ ലൈനിൽ അവരെ വിശുദ്ധന്മാരായിട്ട് ദൈവം വേർതിരിക്കുകയും ദൈവജനമായിട്ട് വേർതിരിക്കുകയും അവരിൽ കൂടി ദൈവം ഈ ലോകത്തിൽ അവതരിക്കണം, അതിൻ്റെ ഒരു പ്ലാനും ഒരു പദ്ധതിയും ദൈവം അവരെ അറിയിക്കുകയും ആ ക്രമപ്രകാരം ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഈ ലോകത്തിൽ അവതരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഏദനിൽ നിറവേറേണ്ടുന്ന ആ പാപത്തിൻ്റെ പരിഹാരത്തിനായി കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ പാപത്തിന് പരിഹാരം എങ്ങനെ വന്നു എന്ന് ഞാൻ പറയുക. ഇവിടെ കാളയെ അറുത്തിട്ടോ, ഇവിടെ ആട്ടുകൊറ്റനെ അറുത്തിട്ടോ, ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ച് കാണിച്ചിട്ടോ ഒന്നും നമ്മുടെ പാപം കഴുകിക്കളയത്തില്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ 3.5 തരം നിങ്ങൾ യാതന സ്ഥലത്തേക്ക് പോകും. ആ സെക്കൻഡിൽ തന്നെ പോകും. മൂക്കിൽ നിന്ന് ശ്വാസം പോയി താടി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പോകും. യാതന സ്ഥലമെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകും.
അതിനുശേഷം നിത്യ നരകാഗ്നിയിലേക്ക് പോകും. എന്തിനാ ഞാൻ ഇത്രയും സ്ട്രെസ് ചെയ്ത് ഈ വിഷയം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ ഈ വസ്തുത മനസ്സിലാക്കണം. ആരും നിങ്ങളെ തെറ്റിച്ച് കളയുന്നതിന് ഇടയായി തീരരുത്. പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഈ സംഗതികളൊന്നും നിങ്ങൾ പള്ളിയിൽ പോയിട്ടോ പട്ടക്കാരനെ കണ്ടിട്ടോ എന്ത് ചെയ്താലും ഇതിനൊരു പരിഹാരമാകത്തില്ല. നമ്മുടെ പാപത്തിൽ നമ്മളെ വീണ്ടെടുക്കുവാനുള്ള ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചു. നമ്മുടെ പാപങ്ങളെ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് ആ കാൽവറിയിൽ കയറി, ആ ക്രൂശിന്മേൽ കയറി, നമ്മുടെ പാപങ്ങളെ മുഴുവനും കർത്താവിൻ്റെ തോളിലേറ്റിക്കൊണ്ട് കർത്താവ് നമുക്ക് പകരമായിട്ട് ഒരു പാപ പരിഹാര ബലിയായി തീർന്നിരിക്കുക, ഒരു മറുവില യാഗമായി തീർന്നിരിക്കുക, ഒരു പ്രൊപ്പിച്ചിയേഷണൽ ഡെത്ത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെൻറ്റ്. നമ്മുടെ പാപങ്ങളുമായി കർത്താവ് തോളിൽ ചുമന്ന് കയറിയിരിക്കുക. ഹല്ലേലൂയ. കർത്താവിനെ പിലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പിലാത്തോസൊക്കെ ചോദിക്കുന്നുണ്ട്, മഹാപുരോഹിതന് മുമ്പിൽ നിൽക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവർ നിന്റെ മേൽ ചുമത്തുന്ന കുറ്റങ്ങൾ നീ കാണുന്നില്ലേ? നീ എന്താണ് വായ് തുറക്കാൻ നിൽക്കുന്നത്? കർത്താവ് ഇങ്ങനെ നിൽക്കുക, മഹാപുരോഹിതന് മുന്നിൽ ഇങ്ങനെ നിൽക്കുക, പിലാത്തോസിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുക, കുറ്റങ്ങൾ അവർ ചുമത്തുക. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട്, ഇവർ നിന്റെ മേൽ ചുമത്തുന്ന കുറ്റങ്ങൾ നീ കേൾക്കുന്നില്ലേ? നീ എന്താണ് വായ് തുറന്ന് ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മിണ്ടാത്തതെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ ആ പാണ്ടക്കെട്ട് തോളിലേറ്റിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഞാനിവിടെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, എന്നെ വെറുതെ വിടണം, ഇവരെന്നെ അറിയാതെ എന്നെ പിടിച്ചിരിക്കുകയാണ്, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാൻ നീതിമാനാണെന്നൊന്നും പറയല്ല. ഈ ലോകത്തിൻ്റെ എൻ്റെയും നിങ്ങളുടെ മുഴുവനും പാപം തോളിലേറ്റിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി യാഗമായി തീരുവാൻ നിൽക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് പകരമായിട്ട് ആ കാൽവറിയിൽ പരമയാഗമായിരിക്കുക. ആ യാഗത്തിലൂടെ ഈ ആദമിൽ കൂടെ വന്നുപോയ ആ പാപത്തിന് പരിഹാരം വന്നിരിക്കുക. ആദമിന് പറ്റിപ്പോയിരിക്കുന്ന, ആദമിൽ കൂടെ നിറവേറിയ ആ പാപത്തിൻ്റെ പരിഹാരം കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ആ പരമയാഗത്തിലൂടെ അതിനെ കഴുകി മാറ്റിയിരിക്കുക. ആ രക്തം അതിന് മറുവിലയായി കൊടുത്തിരിക്കുക. ആ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുക. പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ചെയ്തതുപോലെ നമ്മളും ക്രൂശിൽ കയറി യാഗമാകുക അല്ല ചെയ്യേണ്ടത്. നമ്മുടെ പാപം കഴുകിക്കളയാനായിട്ട് നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന് പകരമായിട്ട് യേശു ക്രിസ്തു ചെയ്ത ഒരു മാതൃക പോലെ നമ്മളും ക്രൂശിൽ കയറി മരിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായിരിക്കുന്നു എന്നുള്ള അടിപതറാത്ത വിശ്വാസം. എനിക്കതിനെ എത്ര സ്ട്രെസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് യാഗമായിരിക്കുന്നു എന്നുള്ള ആ ആഴമായ വിശ്വാസത്താൽ നമ്മുടെ പാപം കഴുകിക്കളയുകയാണ്. പ്രൈസ് ഗോഡ്. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. കർത്താവിൻ്റെ ഈ രക്തത്താൽ മാത്രമേ പാപത്തിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അതിന് നിങ്ങളിവിടെ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞിട്ടോ, നിങ്ങളിവിടെ ജലസ്നാനം കഴിച്ചെന്ന് പറഞ്ഞിട്ടോ, നിങ്ങളിവിടെ ഭയങ്കര വിശുദ്ധനായിട്ട് ജീവിച്ചെന്ന് പറഞ്ഞിട്ടോ ഇതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. യെസ്, പ്രസക്തി ഉണ്ട്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ പ്രൊഡക്റ്റാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശുദ്ധ ജീവിതം, വിശുദ്ധമായിട്ട് ജീവിക്കുക, നീതി പ്രവൃത്തികൾ ചെയ്യുക, സൽപ്രവൃത്തികളിൽ സൽഗുണപൂർത്തിയുള്ളവരായിരിക്കുക. ഇതെല്ലാം നാം ചെയ്യേണ്ടതും നമ്മിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള ആ നാം രക്ഷിക്കപ്പെട്ടതിൻ്റെ പ്രോഡക്റ്റാണ്. നാം രക്ഷിക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. എൻ്റെ പാപങ്ങളെ ആ പരമയാഗത്തിലൂടെ കഴുകിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ മറുവില യാഗം എനിക്ക് വേണ്ടി നടന്നിരിക്കുന്ന ആഴമായ വിശ്വാസം, ആ വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടുക. ആ മുദ്രയിടുന്നത് ആണ്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ അഴിച്ച് മാറ്റുവാൻ വേണ്ടിയിട്ടല്ല. ആ മുദ്ര വീണിരിക്കുന്നത് വീണ്ടെടുപ്പിൻ നാൾ വരെയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം നിങ്ങൾക്ക് കാണാം, ചിലരുടെ നെറ്റിമേൽ 1,44,000 പേരുടെ നെറ്റിമേൽ മുദ്രയിടുന്നത് കാണാം. ഈ മുദ്രയിട്ടതിന് ശേഷം വെളിപ്പാട് പുസ്തകത്തിൽ ഭയങ്കര ഘോരമായ പീഡനം ഇവിടെ നടക്കുകയാണ്. ആ സമയത്തൊന്നും അവർക്ക് ഒരു പ്രശ്നവുമില്ല. ഈ 1,44,000 പേരും ദൈവത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞതുപോലെ അവരെ പിന്നെ 14-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സിയോൻ മലയിൽ അവർ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധ ആത്മാവാൻ ദൈവത്താൽ അതെന്താണെന്നറിയാമോ? അതിനെന്താ പറയുന്നറിയാമോ? അതിന് അച്ചാരം എന്നാണ് പറയുന്നത്, അഡ്വാൻസ്. അതായത് നമ്മളെ വീണ്ടെടുത്തു എന്നുള്ളതിൻ്റെ അഡ്വാൻസ്, അതിൻ്റെ ആ ഉറപ്പ്, അതിൻ്റെ ആ ഡൗൺ പേയ്മെൻറ്റ്. ഹല്ലേലൂയ. നമ്മളെ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുക. അതെന്നു വരെയാ? വീണ്ടെടുപ്പിൻ നാൾ വരെ. അതെന്നാ വീണ്ടെടുപ്പിൻ നാള്?
സഭയെ ചേർക്കുവാൻ കർത്താവ് വാനമേഘങ്ങളിൽ വരുന്ന നാൾ വരെ, കാഹളം ധ്വനിക്കുന്ന നാൾ വരെ. ഹല്ലേലൂയ. എൽദോ ബ്രദർ തുടങ്ങി വെച്ച ആ വാക്യത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ സമയം അനുവദിക്കുന്ന പോലെ അടുത്ത വിഷയത്തിലേക്ക് വരാം. 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് എൽദോ ബ്രദർ തുടങ്ങി വെച്ചത്. എനിക്കറിയാം അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിലേറെ അതിനകത്തിൽ നിന്ന് സംസാരിക്കുവാൻ കഴിയുന്ന വാക്കാണ്. ഇവിടെ പറയുന്നത് കണ്ടോ, ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ. ഇതാരാ ലോകം? ഇതാരാ ഈ ലോകം? ഞാനും നിങ്ങളുമാണ്. ദൈവം ലോകത്തിൻ്റെ പാപത്തെ, ലംഘനങ്ങൾ എന്നൊക്കെ ഉള്ളത് പാപമാണ്. ലോകത്തിൽ എൻ്റെയും നിങ്ങളുടെയും ലോകത്തിലെ പാപങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായിരിക്കുക. ആ പുത്രനിലെ വിശ്വാസത്താൽ ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 ആണികളിൽ കാൽവറി കുന്നിൻ്റെ മുകളിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായിരിക്കുക. ആ ക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവം ഈ ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. നിരപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തോട് നമ്മെ നിരപ്പിച്ചുവെന്ന്. നമ്മളെ വിശുദ്ധരാക്കി തീർത്തു. ദൈവത്തോട് അനുരൂപരാകുവാൻ മാത്രം ദൈവം നമ്മളെ വിശുദ്ധരാക്കി തീർത്തു. നാം ദൈവത്തോട് അനുരൂപരാകുന്ന ഒരു സമയം വരുന്നുണ്ട്. ദൈവത്തോട് നമ്മളെ നിരപ്പിച്ചു. ഈ നിരപ്പിനെയാണ് മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ എന്ന് ഞങ്ങൾ സാധാരണ പറയാറുള്ളത്. ഇതിനെയാണ് നിരപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആ നിരപ്പിൻ്റെ ശുശ്രൂഷയുടെ വചനം, നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതെന്താണെന്നറിയാമോ? ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു. അതിലെ ആഴമായ വിശ്വാസത്താൽ, ക്രിസ്തുവിൻ്റെ രക്തത്തിലെ വിശ്വാസത്താൽ ആ മറുവില യാഗം എൻ്റെ പാപം കഴുകിക്കളഞ്ഞിരിക്കുന്നു. ഞാനിന്ന് ദൈവമകനായിരിക്കുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം ഇവിടുന്ന് ചേർക്കപ്പെടുമെന്ന്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉറയ്ക്കാവുന്ന, ഞാൻ ഈ തിരുവചനത്തിൽ കൂടെ നിങ്ങൾക്ക് ഉറപ്പ് തരാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് കാഹളം ധ്വനിച്ചാൽ നാം ഇവിടെ കണ്ടതുപോലെ നാം അവിടെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നാം ഇരിക്കുന്നത് പോലെ നാം അവിടെ ഇരിക്കും. ഹല്ലേലൂയ. നാം കർത്താവിനെ പോലെ ആകും. കർത്താവിൻ്റെ സ്വരൂപത്തോട് ആ സദൃശ്യന്മാരാകും. നമുക്കൊരു ഈ ശരീരം, ഈ മൺകൂടാരം, ഇത് മണ്ണാകട്ടോ, ഇത് മണ്ണാ. ഈ മൺകൂടാരം ഇവിടെ പോകും. നമ്മൾ രൂപാന്തരം പ്രാപിക്കും. ഒരു സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കും. അതിനകത്തിലിരിക്കുന്നത് ഞാൻ തന്നെയാ, തോമസ് ജോർജ് തന്നെയാ, എൽദോ വർഗീസ് ബ്രദർ തന്നെയാ, ബേബി പോൾ ബ്രദർ തന്നെയാ, ലാലപ്പൻ ബ്രദർ തന്നെയാ. ഹല്ലേലൂയ. അതൊന്നും ഭയങ്കര എന്താ പറയുന്നത്, മിഖായേലും ഗബ്രിയേലും ഒക്കെ മാതിരിയുള്ള ദൂതന്മാരൊന്നുമല്ല, നമ്മൾ തന്നെയാ. ഹല്ലേലൂയ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിത്യതയുള്ള ഒരു ജീവിയാണ്. നിങ്ങളെല്ലാവരും നിത്യതയുള്ളവരാണ്. നമ്മുടെ ഈ മണ്ണാങ്കട്ട മാത്രമേ ഈ മണ്ണിൽ പോകത്തുള്ളൂ. ഇത് ഈ മണ്ണിൽ നിന്ന് എടുത്തതാ. എന്തിനാ? നമ്മളെ അതിൽ വെക്കാൻ. ഈ മൺകൂടാരത്തിനകത്തിലാണ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. ആ മൺകൂടാരം മണ്ണോട് ചേർന്ന് പോകും. എന്നാൽ ഞാനെന്ന് പറയുന്ന ആള് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഞാൻ വീണ് ഇവിടെ മരിക്കുകയെന്ന് വിചാരിച്ചോ, ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോഡിയാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ തോമസ് ജോർജ് എന്തിയാണെന്ന് ആരും ചോദിക്കത്തില്ല, ബോഡി എന്തിയാന്നേ ചോദിക്കത്തുള്ളൂ. ഇതിന് യാതൊരു ഐഡൻറ്റിറ്റിയും ഉള്ളതല്ല. ഇത് വെറും മണ്ണാണ്. ഇത് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാം രൂപാന്തരം പ്രാപിച്ചാൽ ഇതിന് യാതൊരു പ്രസക്തിയും ഇല്ല. കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞു പോകും. എന്നാൽ നിത്യമായ ഒരു സ്വർഗീയ നിത്യഭവനം ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളാണ് ഈ ചിന്തയും ഞാൻ ആരാണോ, എൻ്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തയുണ്ടോ, ജയ്മോൻ ബ്രദർ പുറകിലിരിക്കുന്നു, ജയ്മോൻ ബ്രദർ ഇപ്പം എന്തൊക്കെ ചിന്തിക്കുന്നു, ഇതേ മനുഷ്യൻ തന്നെയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരു പക്ഷേ നമ്മൾ ഈ ലോകത്തിലല്ല ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അതിലും അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ഹെവൻലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൂറ്റാണ്ടുകൾ വർണ്ണിച്ചാൽ അതിൻ്റെ മഹത്വം വർണ്ണിച്ച് തീരാൻ പറ്റത്തില്ല. അതുപോലെ ഒരു സ്ഥലത്തേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അതുപോലത്തെ ഒരു സ്വർഗീയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്.
അവിടെ പോയിരുന്ന് വെള്ളയും ഒക്കെ ഇട്ടിരുന്ന് ഫുൾഗയൊക്കെ ഇട്ടിരുന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നവർ അങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവമൊക്കെയാണ് പലരും മനസ്സിൽ കാണുന്നത്. ദൈവം നമ്മളെ ഏൽപ്പിക്കാൻ പോകുന്നത് നമുക്ക് ആകെപ്പാടെ അറിയാവുന്നത് ഈ സൂര്യനും ഭൂമിയും അത്യാവശ്യം ചില ഗ്രഹങ്ങളും ഒക്കെ മാത്രമാണ്. സ്വർഗീയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യതയാണ്. അതിൽ എങ്ങനെ നിങ്ങളെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, അതിനെ എനിക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലത്തെ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മളെ ചേർക്കുന്നത്. അവിടെ നമ്മളെ അധികാരികളാക്കി ദൈവം ചേർക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ വാഴുവാനായിട്ട് ദൈവം നമ്മളെ ആക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമുക്കിതൊക്കെ കിട്ടുന്നത്? നമ്മളൊന്നും ചെയ്തിട്ടല്ല, ചെയ്തത് മുഴുവൻ കർത്താവാണ്. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാൽവറിയിൽ നമ്മുടെ പാപങ്ങൾ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് കാൽവറിയിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി യാഗമായിരിക്കുക. ആ മറുവില യാഗത്തിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുക. കൃപയാൽ എങ്ങനെ ബൈ ഗ്രേസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാൽ നമ്മുടെ ആഴമായ ആ കാൽവറിയിലെ വിശ്വാസത്താൽ, ആഴമായ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിലെനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എനിക്ക് വേറെ ചില കാര്യങ്ങൾ കൂടെയൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിശ്വാസമില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഇവിടെ വേറെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ മാനസാന്തരപ്പെടാനുണ്ട്, ഞാൻ ജലസ്നാനം സ്വീകരിക്കണം, ഞാൻ വേറെ ചില കാര്യങ്ങൾ ചെയ്യണം, അതുപോലുള്ള ഒത്തിരി ലിസ്റ്റ്, കുർബാന, കുംഭസാരം, യു ജസ്റ്റ് നെയിം ഇറ്റ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ക്രൂശിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് നമുക്ക് പകരമായിട്ട് ക്രൂശിൽ കയറിയിരിക്കുക നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. ആ കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് ഇതിലെ വിശ്വാസത്താൽ സകല മനുഷ്യർക്കും രക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഓക്കെ, ഞാനതിൽ വിശ്വസിക്കുന്നു, ബട്ട് ഐ വാണ്ട് ടു ഡു ദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ചില കാര്യങ്ങളോടൊക്കെ ചെയ്യാനുണ്ട്, അത് പൂർണ്ണമാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. പ്രൈസ് ഗോഡ്. അതിനെ എത്രമാത്രം ആദരിക്കണം. കർത്താവ് ചെയ്ത ആ രക്ഷണീയ പ്രവൃത്തിയുടെ മുന്നിൽ എത്രമാത്രം കുമ്പിടണം. ഈ അപ്പവീഞ്ഞുകളിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു എന്ന് ഓർക്കുമ്പോൾ കണ്ണ് നിറയാത്ത എത്ര പേരുണ്ട്. അതിൻ്റെ ഓർമ്മയെ പുതുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷയൊക്കെ നമ്മൾ ചെയ്യുന്നത്. എൽദോ ബ്രദർ തുടങ്ങി വെച്ചത് ഈ വിഷയമാണ്. ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ, മനസ്സിലായോ, ലോകത്തെ ക്രിസ്തുവിലൂടെ തന്നോട് നിരപ്പിച്ചു പോകുന്നു. പിതാവായ ദൈവത്തിനോട് നമ്മളെ നിരപ്പിക്കുക. നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയാം, ഞങ്ങൾ പറയുന്ന ശുശ്രൂഷയാണ് നിരപ്പിന്റെ വചനം. അടുത്ത വാക്യം, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി. യേശു ക്രിസ്തുവിന്റെ അംബാസഡേഴ്സ്. വി ആർ അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ഇന്ത്യൻ അംബാസിഡർ ആണെന്ന് പറഞ്ഞ് എന്നെ യു കെയിൽ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ യു കെയിലായിരിക്കുമ്പോൾ ഇന്ത്യയുടെ അന്തസ്സും അഭിമാനവും ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ അതിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ചിരിക്കുന്ന ആ രക്ഷണീയ പ്രവൃത്തിയുടെ സ്ഥാനാപതികളായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. നമ്മളെ കുറഞ്ഞ പദവിയിലൊന്നുമല്ല ആക്കിയിരിക്കുന്നത്, കുറഞ്ഞ ഉത്തരവാദിത്വം ഒന്നുമല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാണുന്നിടത്തൊക്കെ നിന്ന് വിളിച്ചു പറയേണ്ടുന്ന ഒരു വലിയ സുവിശേഷമാണ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അബ്രഹാമിനറിയാത്ത, ആദമിനറിയാത്ത, നോഹയ്ക്കറിയാത്ത, മോശയ്ക്കറിയാത്ത, ദാവീദിനറിയാത്ത, യെശയ്യാവിനായിട്ട്, ഇരമ്യാവിനായിട്ട്, ഏലിയാവിനായിട്ട് ഒരു മനുഷ്യർക്കും അറിയാത്ത അതിഭയങ്കരമായ ഒരു സുവിശേഷം കർത്താവ് പൗലോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ചു. താൻ അത് ലോകത്തെ അറിയിച്ചു. ഏകദേശം ഒരു 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് വരെയൊക്കെ അത് പിടിച്ചു നിൽക്കുവാനായിട്ട് ഇടയായി. എന്നാൽ സാത്താന്യ ശക്തികൾ അതിനെ ഈ ഭൂലോകത്തിൽ തന്നെ മാറ്റിക്കളയുന്ന രീതിയിൽ അതിനെ ഒതുക്കിക്കളഞ്ഞു. അതിനുശേഷം ഇവിടുത്തെ ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്തീയ ശക്തികൾ, അന്ന് പൗലോസ് ഏറ്റവും ഭയപ്പെട്ടിരുന്ന ഈ ശക്തികളെയാണ്. ആ ശക്തികൾ അതിനെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ ഈ അന്ത്യകാലത്ത് അത് വീണ്ടും പരിശുദ്ധ ആത്മാവിനാൽ ഈ ലോകത്തെ അറിയിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുക. അതിൻ്റെ വക്താക്കളാ തോമസ് ജോർജും ലാൽപം ബ്രദറും എൽദോ വർഗീസ് ബ്രദറും ഈ ബേബി പോൾ. നമ്മൾ ഈ പറയുന്നവരെല്ലാവരും ഈ ഇത്ര മഹത്വമേറിയ ഒരു സുവിശേഷമാണ് ലോകത്തെ അറിയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ഭയങ്കര സന്തോഷത്തെയാണ് നമ്മൾ ഈ ലോകത്തിൽ അറിയിക്കുന്നത്. എത്രമാത്രം ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചേക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ഈ കഴിഞ്ഞ 2000 വർഷത്തിൽ ഏതൊക്കെ ക്രിസ്തീയ മിഷണറിമാരെ, ഏതൊക്കെ നേതാക്കന്മാരെ നിങ്ങൾക്കറിയാമോ? അവരൊക്കെ പ്രസംഗിച്ചതിൻ്റെ മേലെയുള്ള ഒരു സുവിശേഷമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്.
അഭിമാനത്തോടെ നെഞ്ചും നെറ്റിയും കാണിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ. ഹല്ലേലൂയ. ജീവനെങ്കിൽ ജീവൻ വെച്ച് ഞാൻ ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി പോരാടും എന്നൊക്കെ നമുക്ക് നമ്മൾ പാടാറുണ്ട്. ലോകമാം ഗംഭീര വാരുതിയിൽ എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ. ജീവനെങ്കിൽ ജീവൻ വെച്ച് കർത്താവിന് വേണ്ടി പോരാടുമെന്നൊക്കെ. അങ്ങനെ പോരാടുവാൻ തയ്യാറുള്ള ആത്മീക ധൈര്യം കാണിക്കേണ്ടുന്നൊരു കാലഘട്ടമായത്. കർത്താവ് നമ്മളെ നോക്കുക. ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗം കർത്താവ് സ്വർഗം ചായിച്ചിറങ്ങി വന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യര് പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല എന്ന് ഞാൻ വാസ്തവമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് ഈ കതക് തുറന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇതിൽ ആഴമായിട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടുന്ന ഒരു ദിവസം. ഈ ലോകത്തിൽ കോടികൾ നേടുന്നത് പോലെ അല്ലത്. ഈ ലോകത്തിൽ എത്ര കോടി ഉണ്ടായാലും 7, 10 ഏറെയായാലും 80 വർഷം അത് കഴിഞ്ഞ പോയി. പിന്നെ കോടിയേയും അറിയത്തില്ല, നിങ്ങളെയും അറിയത്തില്ല. എൻ്റെ പപ്പായൊക്കെ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ അറിയാവുന്ന ആരിലും ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം. വല്ല പ്രായമുള്ള അപ്പച്ചന്മാരും ഉണ്ടെങ്കിൽ അറിയാമായിരിക്കും. പുള്ളിയുടെയൊക്കെ കാലത്ത് ഒരു വലിയ പുലിയായിരുന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ കാലം വരെ ഉള്ളൂ. നമ്മുടെ ഈ ജീവിച്ചിരിക്കുന്ന ഈ കാലത്തെ ഉള്ളൂ നമ്മളെ അറിയാവുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാ നമ്മളെ അറിയാവുന്നത്? ആർക്കാ അറിയണം? ആർക്കാ ഇതിനൊക്കെ സമയം? ഈ 7, 10 ഏറെയായാലും 80 വർഷം പോട്ട് 100 വർഷം പിടിച്ചു. അത്രേ ഉള്ളൂ നിങ്ങളുടെ കേസ്. എന്ന് ഞാനീ പറയുന്ന സുവിശേഷം ഉണ്ടല്ലോ, നിത്യത മുഴുവനും ദൈവത്തെ സ്തുതിച്ചാൽ കർത്താവിൻ്റെ ആ കൈയുടെ ആണിപ്പാടുകൾ നിത്യത മുഴുവൻ നിങ്ങൾ കാണും. ഹല്ലേലൂയ. ആ ആണിപ്പാട് നിത്യത മുഴുവനും നിങ്ങൾ കാണും. അത് കാണുമ്പോഴൊക്കെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തും. കർത്താവേ, എനിക്കെന്ത് യോഗ്യത. ഹല്ലേലൂയ. എന്നെ വീണ്ടെടുത്തതിനായിട്ട് ഞാൻ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു ജീവിതകാലം മുഴുവൻ, ഒരു നിത്യത മുഴുവനും നന്ദി പറഞ്ഞാൽ തീരാത്ത രീതിയിൽ ഇവിടെ പറയുകയാണ്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി. എത്ര പേരുണ്ട് ഈ ധൈര്യം? എത്ര പേരുണ്ട് എന്നെ പോലെ? എത്ര പേരുണ്ട് എൽദോ ബ്രദറിനെ പോലെ ഈ കോട്ടയം പട്ടണത്തിൽ ഇത് പ്രസ്താവിക്കുവാൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക? ഇതൊരു കഥയല്ല, ഇത് തിരുവചനമാണ്. ഈ കോട്ടയം പട്ടണത്തിൽ നിങ്ങൾ ആരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അവരോട് ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇതിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ദൈവം നിങ്ങളോട് ചോദിക്കും. അവർ നരകത്തിൽ കിടക്കുമ്പോൾ അവർ അവിടെ കിടന്നുകൊണ്ട് നിങ്ങളെ കാണാം. നിത്യത മുഴുവനും അവിടെ കിടന്നുകൊണ്ട് നിങ്ങളെ കാണാം. അവർ നിങ്ങളോട് ചോദിക്കാം, ബൗചായ, ജോയിച്ചായ, തോമച്ചായ, എന്നോട് ഇതൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു എന്ന് ചോദിക്കും. ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഇന്ന് കർത്താവ് ഇവിടെ ഇല്ല. അവൻ മഹത്വത്തിൻ്റെ മഹിമയിലായിരിക്കുക. കർത്താവ് മഹത്വത്തിൻ്റെ മഹിമയിലായിരിക്കുക. എന്നെ നിങ്ങളെ വിശ്വസ്തന്മാരായിട്ട് ഈ സുവിശേഷം ഏൽപ്പിച്ചിരിക്കുക. ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ക്രിസ്തു മാത്രം പറഞ്ഞതല്ല, അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെ ആകുന്നു. ഹല്ലേലൂയ. പിതാവായ ദൈവം ഞങ്ങൾ മുഖാന്തരം അത് നിങ്ങളോട് പ്രബോധിപ്പിക്കുക. ഇതുപോലെ മഹത്വപൂർണമായ ഒരു കാലഘട്ടം ഈ ഉലകം ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടില്ല. ഇതിനെ ആ കൃപാ യുഗമെന്ന് പറയുന്നു. ഇതിനെ ആ കരുണാ കാലഘട്ടം എന്ന് പറയുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കിട്ടിയ ഭാഗ്യം തന്നെ മഹാഭാഗ്യമാണ്. പ്രൈസ് ഗോഡ്. അതും ഇത് സത്യം മനസ്സിലാക്കുവാൻ എത്രയോ വർഷം, ഞാൻ ഏകദേശം ഒരു 22 വർഷത്തോളം മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നത്. എന്നെ ഒരു മർത്തോമയിലെ അച്ഛനാക്കാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്ന. എന്നാൽ ഏകദേശം ഒരു 10-16 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അമ്മച്ചിയാണ് ആദ്യം പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം സ്ലോലി പപ്പായും ആ വിശ്വാസത്തിലായി. പിന്നെ ഓരോരുത്തരും ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സായി കഴിഞ്ഞപ്പോഴാണ് ഞാനും ആ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നു. ഏകദേശം 30 വർഷത്തോളം അതിൻ്റെ മുന്നിൽ നിന്നിരുന്ന ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ബ്ലഡ് പരിശോധിച്ചാൽ അതിനകത്തിൽ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നൊരു മോളിക്യൂൾ കാണും. അത്ര അതിൽ ഉറച്ച് വിശ്വസിച്ച് നിന്നിരുന്ന ഒരാളാണ്. ഈ സത്യം ഞാൻ അറിയാതെ പോയത്. എന്നാൽ ഏതാനും ചില വർഷങ്ങൾ, ഏകദേശം 2013 ആ കാലയളവ് മുതലാണ് ഈ സത്യം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് തുടങ്ങി. 14, 15, 16 ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്തവണ്ണം ആ ശക്തി എന്നോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ആ സത്യമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകും. 21ാമത്തെ വാക്യം പറയാം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടത്.
അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ പാപം അറിയാത്തവന്, ഹല്ലേലൂയ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, നീതിമാനായവൻ, ആ പാപം അറിയാത്തവനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുക. പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി. അവസാനത്തെ വാക്ക് എന്ത് എഴുതിയിരിക്കുന്നത്? അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനായ ക്രിസ്തുവിനെ അവൻ, ആര്? പിതാവായ ദൈവം. ഈ മലയാളം ബൈബിളിൽ ഒത്തിരി അടുത്ത് അവനും ഇവനും ഒക്കെ ചേർത്ത് അതിൻ്റെ എല്ലാ ഇമ്പോർട്ടൻസ് കളഞ്ഞിട്ടുണ്ട്. പിതാവായ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. എന്തിന്? അതിൻ്റെ മേലത്തെ വരി, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം എങ്ങനെയാ ദൈവത്തിൽ നീതിമാന്മാരാകുന്നത്? നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ അവൻ പാപമാക്കി. ആ നമ്മുടെ പാപങ്ങൾ അവൻ്റെ തോളിൽ ചുമറ്റി അവനെ പാപമാക്കി. നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവനിലെ ആഴമായ വിശ്വാസത്താൽ നാം ദൈവത്തിൽ നീതിമാന്മാരായി തീരുകയാണ്. അതിനെ ആ നീതിയായി കണക്കിടുക എന്ന് പറയുന്നത്. നമ്മളെന്തെങ്കിലും നീതി പ്രവൃത്തി ഇന്ന് ചെയ്തിട്ട് രക്ഷിക്കപ്പെടാനിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല. ഒരു പക്ഷേ ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയായിരിക്കും, നാളെ പോക്കാം. നാം എന്തെങ്കിലും നീതി പ്രവൃത്തി ചെയ്ത് രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതി ആയിരുന്നു ഇതെങ്കിൽ ടെറിബിളി നമ്മൾ നഷ്ടപ്പെട്ടു പോയേനെ. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരിക്കലായി അത് നിവർത്തിച്ചിരിക്കുക. അത് കർത്താവ് നിവർത്തിച്ചിരിക്കുന്നുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് നിവർത്തിച്ചിരിക്കുക. അതിലെ ആഴമായ സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നുള്ള സമർപ്പണം. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എനിക്ക് വേറെ ഇനി ഒന്നും വേണ്ട. ഇനി ഞാൻ കുമ്പസാരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കുർബാന എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കൂദാശകളുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ദൈവം ചെയ്ത ഈ പ്രവൃത്തിയെ നിസ്സാരമായിട്ട് കാണുന്നു, വ്യർത്ഥമായി പോകുന്നു, അർത്ഥമില്ലാതെ പോകുന്നു. ഇതാ പോൾ പറഞ്ഞത്. എന്നെ സ്നാനം കഴിപ്പിക്കാൻ അല്ല അയച്ചത്. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സുവിശേഷം, അവൻ്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കണം. ലെറ്റ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ബി മെയ്ഡ് ഓഫ് നൺ എഫക്റ്റ്. കർത്താവിൻ്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന്, ആ ക്രൂശിൻ്റെ മഹത്വം മറ്റൊന്നും കവർന്നുകൊണ്ട് പോകാതിരിക്കേണ്ടതിന് എന്നെ സ്നാനം കഴിപ്പിക്കാൻ പോലും അല്ല അയച്ചതെന്ന് പോൾ പറയാൻ കാര്യം ഇതാണ്. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള വേറെ ഒരു സംഗതികളും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇടയാക്കല്ല. വേറെ ഒന്നിലുമല്ല നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. ഞാൻ ഏതെനിൽ മുതൽ നിങ്ങൾക്ക് പറയുക, അവിടെ ആദാം ചെയ്ത പാപം എങ്ങനെയാണ് ആ പാപത്തിന് പരിഹാരം വരുത്തിയെന്നുള്ളത്. ആ പരിഹാരം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് മനുഷ്യനായ നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. അതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ. പക്ഷേ ഇത് നമുക്കിന്ന് അറിയത്തില്ല. ക്രിസ്ത്യാനികൾക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല. നമുക്ക് ആകെപ്പാടെ അറിയാവുന്നത് യഹൂദന്മാരോട് പറഞ്ഞിരുന്ന കർത്താവ് ആ രാജ്യത്തിൻ്റെ സുവിശേഷം, കിങ്ഡം ഗോസ്പലിൽ യഹൂദന്മാരെ വിളിച്ച് വേർതിരിച്ച് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു വലിയ ദൈവിക പദ്ധതിയുണ്ട്. അതാണ് അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും. അതാണ് അവർ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി അവർക്ക് കൊടുത്തൊരു ഗ്രേറ്റ് കമ്മീഷനുണ്ട്. അതിലാണ് പറയുന്നത്, പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അത് ജാതികളെയൊന്നും ഒന്നല്ല, ആക്ച്വലി അത് പരിഭാഷയിൽ വരുത്തിയിരിക്കുന്ന എന്താ പറയുന്നത്, ഒരു ഏടാകൂടം എന്ന് വേണേൽ പറയാം. ആ സകല ദേശത്തും ചിതറിപ്പാർക്കുന്ന, ഉലകം മുഴുവനും ചിതറിക്കിടക്കുന്ന യഹൂദന്മാരെ ആ സുവിശേഷം അറിയിക്കാനാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ സ്പെസിഫിക്കാണ്. അത് നമ്മൾ ജാതികളെയും നാക്കി നമ്മളെ ആ ബ്രാക്കറ്റിൽ കൊണ്ടുവന്ന് ആക്കി തീർത്തിരിക്കുക. അതല്ല നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ. ദിസ് ഈസ് അവർ ഗ്രേറ്റ് കമ്മീഷൻ. ദൈവം ലോകത്തിൻ്റെ പാപങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ആ നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി അത് ലോകത്തോട് അറിയിക്കുവാൻ ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി ദൈവം ഞങ്ങളെ നിയമിച്ചാക്കിയിരിക്കുന്നു. പിതാവായ ദൈവം അത് ഞങ്ങൾ മുഖാന്തരം നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടവന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കിയിരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതാണ് ദൈവസ്നേഹം. ഹല്ലേലൂയ. എൽദോ ബ്രദർ അത് തുടങ്ങി വെച്ചെങ്കിലും ഞാനതിൽ കൂടെ ഒരല്പം കൂടെ ആഡ് ചെയ്ത് നിങ്ങളെ ഒരല്പം കൂടെ സമയമെടുത്ത് അതിൽ നിന്ന് തന്നെ ഞങ്ങൾ രണ്ടും ഒരേ വിഷയം തന്നെ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൺഫർമേഷൻ മാതിരി
നിങ്ങളെ അറിയിക്കേണ്ടുന്ന ഈ ഇയർ എൻഡിലെ ദൂത് മാതിരി മടങ്ങി വരുവാൻ അതിൽ കൂടെ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ഈ ഒരു അന്ത്യസമയം നമ്മളായിരിക്കുമ്പോൾ വസ്ത്രങ്ങളെ അല്ല, നമ്മുടെ ഹൃദയങ്ങളെ തന്നെ കീറി ഒരു വർഷം നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും നമ്മളായിരുന്നിട്ടുണ്ട്, പല രീതിയിലും നമ്മളായിരുന്നിട്ടുണ്ട്. ഈ വർഷത്തിൻ്റെ അവസാനത്തേക്ക് വന്നിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുക, നീ എൻ്റെ സൈന്യമായിരുന്ന വെട്ടിക്കിളിയും വിട്ടിലും പച്ചപ്പുഴുവും തുള്ളനും ഒക്കെ തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം തരാം എന്ന് കർത്താവ് പറയുക. യോവേൽ പ്രവചനത്തിൽ കൂടി യോവേൽ പ്രവാചകനിൽ കൂടി നമ്മെ അറിയിക്കുകയാണ്. നമ്മൾ പല സാഹചര്യങ്ങളിലായിരുന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ തിന്നു കളഞ്ഞിട്ടുണ്ട്. വെട്ടിക്കിളിയും വിട്ടിലും പച്ചപ്പുഴവും തുള്ളനും ഒക്കെ തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം തരാം. എങ്ങനെ? നിങ്ങൾ യഥാർത്ഥമായിട്ട് മടങ്ങി വരുന്നുവെങ്കിൽ, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറുന്നുവെങ്കിൽ, വാസ്തവമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇതൊന്ന് ഇറങ്ങുന്നുവെങ്കിൽ, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് എന്താണ്? കർത്താവ് ഈ ലോകത്തിൽ ജനിച്ച ക്രിസ്മസ് എന്തിനാണ്? കർത്താവിൻ്റെ ജനന പെരുന്നാളിനെ ജനം കൊണ്ടാടുമ്പോൾ കർത്താവ് മരിക്കാൻ വേണ്ടിയിട്ടാണ് ജനിച്ചത് എന്ന് മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ പാപത്തിനെ കഴുകിക്കളയുവാൻ, നമുക്ക് വേണ്ടി മരിക്കുവാൻ കർത്താവ് ഈ ലോകത്തിൽ ജനിച്ചു. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, പ്രൈസ് ഗോഡ്, വെട്ടിക്കിളിയും വിട്ടിലും പച്ചപ്പുഴുവും തുള്ളനും ഒക്കെ തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം തരാമെന്ന് ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത ദൈവം തന്നെയാണ് നമ്മളോടും പറയുന്നത്. അവരതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യത്തിലൊക്കെ പറയുന്നത്, കർത്താവേ, ഞങ്ങൾ നിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടങ്ങി വരുത്തണമേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം, അതെന്താ? എന്നത്തെ പോലെ നല്ല കാലമാ? ബ്രിട്ടീഷുകാരുടെ ഭരണം പോലെയുള്ള ഭരണമാണോ? ഹല്ലേലൂയ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. ആദ്യ കാലങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, അനേക ആയിരങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ടിടയായി. അനേക ആയിരങ്ങളെ കർത്താവിലേക്ക് നേടുവാൻ ഭവനങ്ങളിൽ ആരംഭിച്ച കൂട്ടായ്മകൾ കൂടി, പല സഹോദരിമാരാൽ ആരംഭിച്ച പല ഭവനങ്ങളിലും തുറന്നു ലഭിച്ച ഈ കൂട്ടായ്മകളിൽ കൂടെ ഈ മഹത്വമേറിയ സുവിശേഷം, ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് മരണമടഞ്ഞു, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി എന്നുള്ള മഹത്വമേറിയ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ദൈവം ആ കാലഘട്ടങ്ങളിൽ അനേകരെ ഉപയോഗിച്ചു. ആ കാലം പോലെ 1-ാം നൂറ്റാണ്ട് പോലെ 12 അപ്പോസ്തലന്മാരെ കൊണ്ടുപോലും കഴിയാത്ത ശുശ്രൂഷ പൗലോസ് അപ്പോസ്തലനിൽ കൂടെ കർത്താവ് ചെയ്തെടുക്കുവാനായിട്ടിടയായി. രാത്രിയിലൊക്കെ ദൈവം ദർശനത്തിൽ ഇറങ്ങി വന്ന് പോളിനോട് ഡയറക്റ്റ് സംസാരിക്കുക. പൗലോസിനോട് പറയുക, നീ മിണ്ടാതിരിക്കരുത്, എത്ര വലിയ പ്രശ്നമുണ്ടായാലും മിണ്ടാതിരിക്കരുത്, നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഈ പട്ടണത്തിൽ അനേക ജനം എനിക്കുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളോടൊക്കെ കർത്താവ് സംസാരിക്കുന്ന, കേൾക്കുന്ന തിരുവചനത്തിൽ കൂടെ ലഭിക്കുന്ന ആഹ്വാനമാണ് ഞങ്ങളീ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർക്കെല്ലാവർക്കും ഈ ഒരു ആഹ്വാനം ലഭിച്ചിരിക്കുന്നുകൊണ്ടാണ് ഈ സുവിശേഷവുമായിട്ട് എന്തുമാത്രം എതിരുണ്ടെന്നറിയാം. വേറെ ഞാൻ പെന്തക്കോസ്തലായിരുന്ന 30 വർഷം ദോഹയിൽ പെന്തക്കോസ്റ്റൽ ചർച്ചസിന്റെ അഡ്മിനിസ്ട്രേറ്ററായി 3 വർഷം സെർവ് ചെയ്തിട്ടുണ്ട്. 27 പെന്തക്കോസ്റ്റൽ ചർച്ച് എൻ്റെ അറിവിൽ ദോഹയിലുണ്ട്. നമുക്ക് അവിടെയൊക്കെ വളരെ വളരെ എന്താ പറയുന്നത്, ഒരു പ്രയാസവുമില്ല, വളരെ കൂളായിട്ട് ലാവിഷായിട്ട് ദൈവവചനം പറയാൻ പറ്റും. പക്ഷെങ്കിൽ ഞാൻ ഈ സുവിശേഷം പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ, അന്ന് മുതൽ ഏത് നിലയിൽ കൂടെ നമ്മളെ ആക്ഷേപിക്കാൻ കഴിയുമോ, ഏതെല്ലാം നിലയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ കഴിയുമോ, ആ രീതിയിലൂടെ ഒക്കെ നമ്മളെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഞാൻ എനിക്ക് ലഭിക്കാൻ പോകുന്ന കിരീടത്തിലെ ഒരു പൊൻതൂവലായിട്ടാണ് അതിനെയൊക്കെ കരുതുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അതുപോലെ, ഓരോരുത്തർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വന്ന് നമ്മളെ ആക്ഷേപിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഇന്നലെ ഒരുത്തൻ എന്നെ ആക്ഷേപിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാനതിവിടെ പറയുന്നില്ല. ഇത് ഡെയിലിയാണ്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ. ഉത്തർപ്രദേശിലോട്ടും മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, ഏതൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്ത് തന്നെ ആയാലും കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷിയായിട്ട് നെഞ്ചും നെറ്റയും കാണിച്ച് ഈ വിലപ്പെട്ട സുവിശേഷത്തിന് വേണ്ടി കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷിയായി അനേക ആയിരങ്ങളെ ഈ സത്യപാതയിലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരും. പൗലോസ് അപ്പോസ്തലനെ എറിഞ്ഞ് ലൂസ്ത്രയിൽ വെച്ച് എറിഞ്ഞ് മരിച്ച് ഒരു കല്ലിൻ്റെ കൂനെ കിടക്കുക. ദൈവം സ്വർഗത്തോളം എടുക്കപ്പെട്ടു.
ആ വിവരം പിന്നെ 2 കൊരിന്ത്യർ എഴുതിയപ്പം 12-ാം അധ്യായത്തിൽ ഞാൻ പുകഴുന്നത് എനിക്ക് താല്പര്യമില്ല, പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ പുകഴാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ ഒരു ശൂലം തന്നിരിക്കുക. അതുപോലെ എനിക്ക് വെളിപ്പാടുകൾ ദൈവം തന്നുകൊണ്ടിരിക്കുക. ഇന്നും എന്നെ അവിടെ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ 14 വർഷം മുമ്പ് എന്നെ സ്വർഗം വരെ ചേർത്തിട്ടുണ്ട്. അന്ന് ഞാൻ പോയത് ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് പോലും എനിക്കറിയത്തില്ല. അതെൻ്റെ വിഷയമേ അല്ല. എറിഞ്ഞ് ചത്ത് കല്ലും കൂനയിൽ അവർ കാലെ പിടിച്ച് കല്ലിൻ്റെ കൂനയിൽ അടിച്ച് കളഞ്ഞിട്ട് പോയേക്കുക. അപ്പോൾ അവിടെ എഴുതിയിരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 14 സംവത്സരങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ ശരീരത്തോടു കൂടിയാണോ പോയത്? ശരീരം ഈ പാക്കേജ് ഉണ്ടായിരുന്നോ അതോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ല. ദൈവം അറിയുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ പോലും നമ്മൾ അറിയത്തില്ല. എത്ര പ്രയാസം ഉണ്ടായാലും, എത്ര ഉപദ്രവം നേരിട്ടാലും കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽക്കുവാൻ, ഇവിടെ കാറ് കിട്ടും, ഇവിടെ വീട് കിട്ടും, ഇവിടെ കാശ് കിട്ടും, ഇവിടെ അനുഗ്രഹം കിട്ടുമെന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും ഈ കൂട്ടത്തിൽ നിൽക്കല്ല. ഇവിടെ അങ്ങനെ ഒരു സാധനം കിട്ടാനുള്ള ചാൻസേ ഇല്ല. അതെല്ലാം ഈ ലോകത്തിലെ ഗാർബേജുകളാണ്. ചപ്പും ചവറും എന്നെണ്ണാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇതിനകത്തിൽ നിൽക്കാവൂ. ഇവിടെ ഈ ലോകത്തിലെ വലിയ അനുഗ്രഹങ്ങൾ കിട്ടും, ആയുരാരോഗ്യ സൗഖ്യം ഇവിടെ കിട്ടും എന്നാരും വിചാരിച്ച് ഇതിൽ നിൽക്കുവാനായിട്ട് തുനിയരുത്. ഇവിടെ എന്തൊക്കെ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകാമോ ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വേണം ഇതിൽ നിൽക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് അതിമനോഹരമായ നിത്യമായ ഒരു സ്വർഗീയ വാസം. കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞു പോകും, എന്നാൽ നിത്യമായ ഒരു സ്വർഗീയ ഭവനം ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കട്ടെ. 2024 ആ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ പകരുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ആ വിശ്വാസം ഉറയ്ക്കട്ടെ, ആ വിശ്വാസം പാറ പോലെ ഉറയ്ക്കട്ടെ. 2025 അനേകരെ ഈ സത്യം അറിയിച്ചു എന്നുള്ള അഭിമാനത്തോടു കൂടി നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കർത്താവിൻ്റെ കാഹളം ധനിക്കുമ്പോൾ നൊടിയിടയിൽ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. നൊടിയിടയിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ എന്നാണ് പറയുന്നത്. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മൾ നിൽക്കുന്നത് അവിടെ ആയിരിക്കും. ആശിഷ് എന്നോട് ചോദിക്കാറുണ്ട്, പപ്പ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് പപ്പായെ കാണുമ്പോൾ പോൾ വന്നിട്ട് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുമായിരിക്കുമല്ലോ എന്ന് പറയും. ഞാൻ പറയും, മോനെ പോൾ നിൽക്കട്ടെ, കർത്താവ് എന്നെ വിടത്തില്ല. കാര്യം ഈ സത്യം മനസ്സിലായ ഒരു ചിലരെങ്കിലും ഇതിലുണ്ടല്ലോ, ഞാൻ ഇതിൽ എഴുതി തന്ന ഈ സത്യം മനസ്സിലായ ഒരു ചിലരെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് കർത്താവിനെ ആശ്ലേഷിക്കുമെന്ന് ഞാൻ അവനോട് പറയാനിടയായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഈ സത്യത്തെ ലോകത്തെ അറിയിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു ആറ്റം ബോംബ്. ഇത് 4-5 പേരുടെ കൈമാറി അതിൻ്റെ ഒരു ഷെയർ ഒന്നും വന്നേക്കുകയല്ല. ഇത് മുഴുവനും കൂടെ നിങ്ങളുടെ കയ്യിൽ തന്നേക്കുക. ഇത് ലോകത്തോട് അറിയിക്കാൻ പറഞ്ഞേക്കുക. സർവ്വശക്തിയും ഉപയോഗിച്ച്, സർവ്വ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഈ സത്യത്തെ നിങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവം നിത്യത മുഴുവനും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽപ്പാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഞാൻ ആക്ച്വലി നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് എഴുന്നേറ്റ് വന്നതും പ്ലാൻ ചെയ്തിരുന്നതും മുൻ നിയമനം എന്നൊരു വിഷയമാണ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നൊരു വിഷയമാണ് മുൻ നിയമനം. എല്ലാവരെയും ദൈവം തലയിലെഴുത്ത്, തലവിധി അല്ലെങ്കിൽ തലയിൽ വരച്ചു വിട്ടിരിക്കുന്നു. ഇവനെ മുൻ നിയമിച്ചിരിക്കുന്നു. ഇവൻ സ്വർഗത്തിന്, എൽദോ ബ്രദർ സ്വർഗത്തിന്, ബേബ് പോൾ ബ്രദർ സ്വർഗത്തിനല്ല, ജോർജ് കുട്ടിച്ചാൻ സ്വർഗത്തിന് എന്ന് പറഞ്ഞ് ഇങ്ങനെ തലയിൽ എഴുതി വിട്ടിരിക്കുകയാണെന്നാണ് ജനം പറയുന്നത്. പലരും വിശ്വസിച്ചിരിക്കുന്നത്. കാര്യം തിരുവചനത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില വാക്യങ്ങളുണ്ട്. നാം ആ വാക്യങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മളെല്ലാം മുൻ നിയമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരാളെ മുൻ നിയമിച്ചു കഴിഞ്ഞാൽ മുൻ നിയമിക്കാത്ത ഒരാൾ എങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിന്നിട്ട് ദൈവത്തിൻ്റെ മുഖത്തോട് നോക്കാം, കർത്താവേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോഴേ നീ എൻ്റെ തല വരച്ചിട്ടല്ല എന്നെ ഭൂമിയിലോട്ട് വിട്ടത്, പിന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെടും എന്ന് ചോദിച്ചാൽ ദൈവം എന്തും മറുപടി പറയും? ദൈവം ഓൾറെഡി ഡിസൈഡ് ചെയ്തേക്കുക, ഇവൻ വേണ്ട, ഇന്നാര് വേണം, ബാബു വേണ്ട, ജോയ് വേണം, തോമസ് വേണ്ട, മറിയാമ്മ വേണം എന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവർ പിന്നെ രക്ഷപ്പെടുമെന്ന്? ദൈവം വരച്ചു വിട്ടേക്കുക. അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെ ഇല്ല. 1 തിമോത്തിയോസ് 2:4. മോനെ ആ ഒരു വാക്യം കൂടെ മാത്രം ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് ഈ ബുക്ക് കൂടെ പബ്ലിഷ് ചെയ്യാനുണ്ടല്ലോ. 1 തിമോത്തി 2:4. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ.
ഇതിൽ എത്ര പേരായി സകല മനുഷ്യരെന്ന് പറയുന്നത്? ഒരു മനുഷ്യർ പോലും നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ ആരുടെയും തലയിൽ വരച്ചിട്ട് വിട്ടേക്കല്ല. സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും 99 വിട്ട് കളഞ്ഞിട്ട് ആ കാണാതെ പോയി ഒന്നിൻ്റെ പുറകെ നടക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ ആ പരിജ്ഞാനമാണ് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ എത്തിയെന്നല്ല, പിടിക്കാമോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്തുടരുന്നേ ഉള്ളൂ. ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. 2024 ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായിരുന്നു. എൽദോ ബ്രദറിനെ, തൻ്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു. ദൈവം പകർന്നിരിക്കുന്ന അറിവിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൽദോ ബ്രദറിൻ്റെ ചില മെസ്സേജുകൾ കേൾക്കുമ്പോൾ എനിക്ക് രോമം എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. കാര്യം ഇദ്ദേഹം AWIയിൽ പഠിച്ചിട്ടില്ല. ഇദ്ദേഹം ഈ ഡിസ്പെൻസേഷണൽ ടീച്ചിങ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചേഴ്സിൻ്റെ ബുക്ക് പഠിച്ചിട്ടില്ല. ഞാനൊക്കെ ഒത്തിരി ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ വായിച്ചതിലും പഠിച്ചതിലും അപ്പുറത്തെ പരിജ്ഞാനമാണ് ദൈവം എൽദോ ബ്രദറിന് പല വിഷയങ്ങളിലും കൊടുത്തിരിക്കുന്നു. ഞാൻ ചില മെസ്സേജുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും ഞാൻ പറയുക, ദൈവം ധാരാളമായിട്ട് കർത്താവിൻ്റെ ദാസനെ ഉപയോഗിക്കട്ടെ. 3-4 ബൈബിൾ ക്ലാസ്സുകൾ ഈ കാലഘട്ടങ്ങളിൽ ചെയ്യാൻ അവസരം കൊടുക്കുന്നു. വരും ദിവസങ്ങളിലൊക്കെ ഓടി നടന്ന് കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ, ഈ കോട്ടയം പട്ടണത്തിന് ഈ ദൈവത്തിൻ്റെ ദാസൻ ഒരു അനുഗ്രഹമായി തീരുവാൻ, ആയിരങ്ങൾക്ക് കർത്താവിൻ്റെ ആ രക്ഷാ പദ്ധതിയെ വിളംബരം ചെയ്യുവാൻ, പ്രസിദ്ധിയാക്കുവാൻ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗേറ്റ് ചർച്ചിന് ഇവരൊരു അനുഗ്രഹമാണ്. ഈ സഭ എല്ലാ നിലയിലും അനുഗ്രഹമാണ്. വരും കാലങ്ങളിൽ കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ശക്തമായിട്ട് ആയിരങ്ങളോട് ഈ സത്യം അറിയിക്കുവാൻ, നമ്മൾ കുറ്റമില്ലാത്തവരായി നിൽക്കുവാൻ, കണക്ക് തീർക്കുന്ന നാളിൽ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 2024 അനുഗ്രഹത്തിൻ്റെ വർഷമായിരുന്നു. 2025 ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക്സ് ഗിവിങ്ങിൻ്റെ വർഷമാണ്. ഞാൻ അടുത്ത ആഴ്ചയിൽ അവസരം ലഭിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.